ഞാൻ കേട്ടതിൽ വെച്ച് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹലാലായിട്ടുള്ള ലവ് സ്റ്റോറിയാണ് ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഫാത്തിമ ബീവി ഗർഭിണിയായിരുന്ന സമയത്ത് ഫാത്തിമ ബീവിക്ക് നല്ല മധുരമുള്ള ഈന്തപ്പഴം കഴിക്കണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഫാത്തിമ ബീവി സ്വന്തം ഭർത്താവായ അലി റളിയല്ലാഹുവിനോട് അത് പറയുന്നില്ല. ബിക്കോസ് ഫാത്തിമ ബീവിക്ക് അറിയാം അലി റളിയല്ലാഹുവിൻ്റെ അത്രയുള്ള പൈസയോ പണമോ ഒന്നും അലി റളിയല്ലാഹുവിൻ്റെ ഇല്ലാന്ന് ഫാത്തിമ ബീവിക്ക് അറിയാറുള്ളൂ. അങ്ങനെ അലി റളിയല്ലാഹു വൺ ഡേ നട്ടുച്ച നേരത്ത് വീട്ടിൽ ഇങ്ങനെ വരുന്ന സമയത്ത് ഫാത്തിമ ബീവി റളിയല്ലാഹുവിനോട് സലാമൊക്കെ പറഞ്ഞിട്ട് വീട്ടിൽ കയറുന്നുണ്ട്. ഫാത്തിമ ബീവി അലി റളിയല്ലാഹുവിനെ ഭക്ഷണം എടുത്ത് വെക്കുന്നുണ്ട്. അന്ന് അലി റളിയല്ലാഹു ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ടൈമിൽ ഫാത്തിമ ബീവിക്ക് അറിയാണ്ട് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് മധുരമുള്ള ഈന്തപ്പഴം കഴിക്കണം നല്ല ആഗ്രഹമുണ്ടെന്ന് അറിയാണ്ട് ഇങ്ങനെ പറഞ്ഞുപോയി. സോ അലി റളിയല്ലാഹുവിനെ എന്ത് ചെയ്തു, ഫാത്തിമ ബീവിനോടൊപ്പം തന്നെ പറഞ്ഞു ഭക്ഷണം മൂടിയൊക്കെ ഫാത്തിമ എന്ന് പറഞ്ഞിട്ട് അലി റളിയല്ലാഹുവിനെ പുറത്തോട്ട് പോവാണ്. അലി റളിയല്ലാഹു നല്ല ഈന്തപ്പഴം കിട്ടുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് അലി റളിയല്ലാഹു ചോദിച്ചു, ഈ ഈന്തപ്പഴത്തിന് എത്ര വിലയെന്ന് ചോദിച്ചു. അലി റളിയല്ലാഹുവിൻ്റെ കൊടുക്കാൻ പൈസയോ അങ്ങനെ ഒന്നും അലി റളിയല്ലാഹുവിൻ്റെ ഇല്ല. ആകെ ഉണ്ടായിരുന്ന ആ ഒരു അരപ്പട്ട കൊടുത്തിട്ട് അലി റളിയല്ലാഹു പറഞ്ഞു, ഇതിന് എനിക്ക് എത്ര ഈന്തപ്പഴം കിട്ടുന്നു അത്ര ഈന്തപ്പഴം എനിക്ക് തന്നു എന്ന് പറഞ്ഞു. അങ്ങനെ സന്തോഷത്തോടെ തിരിച്ച് കുറച്ച് ഈന്തപ്പഴമാണ് കിട്ടിയത്. സന്തോഷത്തോടെ കിട്ടിയ ഈന്തപ്പഴം കൊണ്ട് തിരിച്ചു വരുന്ന സമയത്ത് അലി റളിയല്ലാഹു ഒരു യാചകനെ കാണുകയാണ്. അങ്ങനെ ആ യാചകൻ അലിയാരോട് പറയുന്നുണ്ട്, അലിയാരെ